നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്നത് നല്ല ഫാമിലിയായിരുന്നു. ശരിക്കും സമനില തെറ്റിയെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് സമനില തെറ്റി. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ തോന്നില്ല. ഇവിടെ താമസിച്ചത് നല്ല നീറ്റായിരുന്നു. ഈ കുടുംബത്തിൽ വന്ന ഈ ദാരുണ ആയിട്ടുള്ള ഒരു അന്ത്യത്തെ കുറിച്ചാണ് ഇപ്പോൾ കേരളം ഒന്നാകെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമുക്ക് ധാരണയൊന്നുമില്ല. പക്ഷെ ഇവരിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്തെ ആയിട്ടുള്ളൂ എന്ന് പറയണു. അമ്മയ്ക്ക് അറിയാവുന്നതാണോ ഈ കൂട്ടരെയൊക്കെ? നമ്മൾ കണ്ടിട്ടുണ്ട്, കല്യാണം അമ്മാന്റെ മോളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ ആരുമായിട്ടും അവർ വലിയ സഹകരണമൊന്നുമില്ല. എപ്പോഴും ഡോർ അടച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേനും ഡോർ എപ്പോഴും അടച്ചിട്ട് അവരകത്തിരിക്കുകയാണ് പതിവ്. ഇനിയിപ്പോ കുറച്ചു നാളായിട്ട് ഇവര് ആരെയും കാണക്കില്ല. ഇപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയണം ഇവരിവിടുന്ന് മാറിപ്പോയി. അപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്തൊരു അണ്ണന്റെ മോനാണ് ഇപ്പൊ ഇവിടെ വാടക താമസിക്കുന്നത്. 1 കൊല്ലമായിട്ട് അവരാണ് താമസിക്കുന്നത്. അല്ല നമുക്ക് ഇവരെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇവരുടെ ഈ കുടുംബം എവിടെയാണെന്നറിയാവോ? കൊണ്ടുവരാൻ പോകുന്ന എവിടെയാണെന്നറിയാവോ? അതൊന്നും അറിയത്തില്ല. അതിപ്പോ ഇവിടെയാണോ, അവർക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ മോനെ അയച്ചിരിക്കുന്ന പൂവച്ചിലാണ്. അവിടെ വീടൊക്കെ ഉണ്ടെന്നും പറയണം. അതൊക്കെ നമ്മൾ പത്രം വഴി വായിച്ചറിഞ്ഞതാണ്. അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അവരെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഈ അമ്മ നന്നായിട്ട് സംസാരിക്കുന്ന ആള് തന്നെയാണ്. ഇല്ല ആരുടെ അടുപ്പം കുറവാണ്. മോളും അങ്ങനെ മോളെ നമ്മൾ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇവിടെ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് പോയത് ഏത് വീട്ടിൽ നിന്നാണെന്ന് നമുക്കറിയാം. പോച്ചിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അത് എവിടെ വെച്ചായിരുന്നു വിവാഹം നടന്നത്? അന്ന് പാർട്ടിക്ക് നമ്മൾ പോയിട്ടുള്ളത്. കല്യാണം അതെനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിട്ട് അവിടെ അതാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് പിന്നെ വലിയ ഇങ്ങോട്ട് നമുക്ക് വഴിയില്ല, അങ്ങോട്ടായോണ്ടേ നമ്മൾ അധികം ഇങ്ങോട്ട് വരാറില്ല. പക്ഷെ ഇതിപ്പം എന്താണ് അമ്മ മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഒരു ഭർത്താവിന്റെ വീട്ടില് ഭർത്താവ് കരൾ രോഗിയായിട്ട് എന്താണ് മരിച്ചു എന്ന് പറയുന്നത്. 8 മാസമായി കരൾ രോഗി ആയിരുന്നു എന്ന് പറയണം. അത് പറയാം, നമുക്ക് അതും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് അവര് ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, കുട്ടികളെയും വിളിച്ച് താമസം മാറുകയാണ് ചെയ്തത്. ഇപ്പം ഇദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോ അദ്ദേഹം വിട്ട 3 ജീവനുകൾ ഉണ്ടായിരുന്നു അല്ലേ? ആ കുട്ടികൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യം. നമുക്ക് എല്ലാവർക്കും സങ്കടം. 3 മക്കളല്ലേ, അതിനെന്തോ അസുഖമൊന്നും പറയുന്നു. അതൊന്നും ക്ലിയർ ആയി നമുക്ക് അറിയാൻ വയ്യ. അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവരിപ്പോ ഇങ്ങനെ പോയതെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യം മാത്രമാണ് ഈ നാടൊന്നാകെ സങ്കടപ്പെട്ടിരിക്കുന്നത് അല്ലേ? കണ്ടിട്ട് നമുക്കൊരു വിഷമം തന്നെ. കാണാത്തവരാണെങ്കിലും എല്ലാ രാജ്യത്തും നമുക്ക് കണ്ടിട്ടുണ്ട്. നമ്മള് കാണുമ്പോൾ ചിരിക്കും, എത്രയുണ്ട്. പിന്നെ കല്യാണത്തിനൊക്കെ പോയെന്നുള്ളതല്ലാതെ നമുക്ക് വലിയ ഒരു ഇതൊന്നുമില്ല. എപ്പോഴും ഡോർ അടച്ചിട്ടായിരിക്കണം. അവര് പുറത്ത് ആരുമായിട്ട് ഇവിടെ ഉള്ള ആരുമായിട്ട് അവർക്ക് ഒരു കമ്പനി. ഈയിടെയായിട്ട് അവര് സംസാരിക്കാനോ ഫോൺ വിളിക്കാനോ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും? അതില്ല. വീട്ടിൽ അന്വേഷിച്ചായിരുന്നു. അവരുമായിട്ട് അവർക്ക് മാസം ചേട്ടാ കാശ് കൊടുക്കുന്നേ ഉള്ളൂ. മാസം അത് ജീവിതം. അത് കാരണം എന്താ ഏതൊക്കെ ഇത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെ ഇവിടെ നിന്ന് പൈസ കൊടുക്കാതെ അങ്ങനെയൊന്നുമില്ല. മാസം കറക്റ്റിന് GP കൊടുക്കുന്നുണ്ട്. പിന്നെ വിഷയങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താ നമുക്കും അറിയില്ല. ഒന്നും അറിയില്ല. ഇവരിവിടെ താമസിച്ച് കണ്ട് പരിചയം മാത്രമേ. അവര് സംസാരിച്ച് നമ്മളോട് അങ്ങനെ ഒരു സ്ഥിര പരിചയം വെക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ കുറച്ച് ദിവസം ജോലിയൊക്കെ ചെയ്തോണ്ട് ഈ വീട്ടിൽ പണി ചെയ്തോണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പണിക്ക് പോണില്ല. പൊതുവെ നല്ല ആൾക്കാരല്ലേ? നല്ല ആൾക്കാരെ, നല്ല സഹകരണമൊക്കെ. മോളായിട്ട് കൂടെ ചെന്നയച്ചു. ആ പെൺകുട്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആണോ? നല്ല ഇതായിട്ടൊക്കെയാണ് അന്ന് ജീവിച്ചത്. ഇപ്പോഴത്തെ പറ്റി നമുക്കറിയാം. അത് ആ ഭർത്താവിന്റെ മരണമാണ് ഈ കുടുംബത്തിന് താളം തെറ്റിച്ചെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ചില 1-2 ചെറിയ പ്രശ്നങ്ങൾ, അമ്മായിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയുന്നത്. കാരണം കുറിപ്പ് എഴുതി വെച്ച് ആ രീതിയിലാണ് എഴുതി. അപ്പോഴത്തേനും അവര് പിന്നെ കാട്ടകര പോലീസ് സ്റ്റേഷനില് പത്രത്തിൽ ഞങ്ങൾ വായിച്ചതാണ്. കാട്ടകര പോലീസ് സ്റ്റേഷനിലും പറഞ്ഞു ഇങ്ങനെ കാണാനില്ലാന്ന്. ഇതിനിടയ്ക്ക് എന്റെ മരുമകൾ വന്ന് വീട് കുത്തി തുറന്ന് സാധനങ്ങളെല്ലാം വാങ്ങി പോയിട്ട് എല്ലാ റൂമും പൂട്ടിയിട്ട് അവർക്ക് മാത്രമായിട്ട് റൂം ഇട്ടു. അങ്ങനെയാണ് പറയുന്നത്. നമുക്കും അറിയില്ല മോനെ, ഇങ്ങനെ ഇതിലൊക്കെ വായിച്ചല്ലേ നമുക്ക് സാധനങ്ങൾ ഭാര്യയെടുത്ത് ഇവർക്ക് വയ്ക്കാൻ ഒരിടമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെന്ന്. കാരണം ഭർത്താവിന്റെ വീട് എന്ന് പറയുന്ന ആ വീടാണ് ഇവർ രണ്ടുപേരും ചേർന്ന് വെച്ചൊരു വീട്, പുതിയ വീട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു റൂം ഇട്ടിട്ടുണ്ട്. പക്ഷെ പൂട്ടിയിട്ട് പോലും ഇല്ല. ഇവിടെ കൊണ്ടിട്ടേക്കുന്ന സാധനം വെറുതെ ആണി അടിച്ച് വെച്ചേക്കുക.
അപ്പൊ വിലപിടിപ്പുള്ള ഒന്നും അവിടെ നിന്ന് എടുത്തായിട്ട് തോന്നുന്നില്ല. അങ്ങനെയൊന്നും അല്ല. എന്തായാലും വലിയ മാനസിക പ്രശ്നത്തിലേക്ക് പോയിരിക്കണം ആ കുടുംബം. അപ്പൊ അവന്റെ മരണത്തോടു കൂടിയാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. മറ്റേ മരുമോന്റെ അവര് മോളെ അല്ലെങ്കിൽ നല്ല നീറ്റായിട്ടൂടെ ജീവിച്ചോണ്ടിരുന്നു. നല്ല ഫാമിലിയായിരുന്നു. നല്ല ഫാമിലിയായിരുന്നു. പിന്നെ ഈ കൊച്ചിന്റെ ഏറ്റവും മുതിർന്ന കൊച്ചിന് ഇപ്പൊ എന്താണ് കാര്യമായിട്ട് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതായിട്ട്? ആരോഗ്യ പ്രശ്നം അതിന് സുഖമില്ലാന്ന് കയറുമ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കാറുള്ള കുട്ടി? നല്ല സംസാരിക്കും, നല്ല സംസാരിക്കത്തില്ല, നല്ല സൈസൊക്കെ ഉണ്ട്. 10 വയസ്സായുള്ളൂ. 14 ഇപ്പൊ 14ആയി. വേറെ ഒരു ആരോഗ്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല, നല്ല സംസാരിക്കുക. അപ്പൊ നാട്ടുകാരെന്ന നിലയ്ക്ക് നമുക്ക് മറ്റൊന്നും അറിയില്ല. മറ്റൊന്നും അറിയില്ല. അവർ ഇവിടുന്ന് തന്നെ പോയിട്ട് തന്നെ ഒരു 3-4 മാസം. ആത്മഹത്യാ കുറിപ്പില് എഴുതി വെച്ചിരിക്കുന്നത് അതാണ്: ഞങ്ങൾ ഭർത്താവിന്റെ വഴിയെ പോകുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഈ ഒന്നും അറിയാത്ത 3 കുട്ടികളുടെ ജീവനാണ് ഇപ്പം എടുത്തുപോയത്. അതിന് എന്താണ് നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ്? അതൊരു ക്രൂരത തന്നെയല്ലേ? അത് അവര് കാണിച്ചത് ക്രൂരത. അതിനെപ്പറ്റി നമുക്ക് വേറെ ഒന്നും പറയാനായിട്ടൊന്നും. അല്ല, ഏത് സാഹചര്യത്തിലായാലും അതായത് അവർ കാണിച്ച ക്രൂരതയാണ് കാണിച്ചത്. കുട്ടികളെ മാത്രമല്ല, അവർക്ക് ആഹാരത്തിലാണ് അവർ കഴിക്കുന്നത് എന്തെന്നറിയാതെ കഴിച്ചതാണ്. അവരൊന്നും കഴിച്ചതല്ല. ഇവിടെ മറ്റു കുട്ടികൾക്ക് നല്ല ചിലവായിരുന്നു, നല്ല നീറ്റ് വരും. കൂടെ കുട്ടികളൊക്കെ ഇവിടെ കൊണ്ടുവരും. നല്ല കാറ്റ് പോയിക്കൊണ്ടിരുന്നു, നല്ല ഫാമിലിയായിരുന്നു. ശരിക്കും സമനില തെറ്റിയെന്ന് ഇപ്പോഴാണ് സമനില തെറ്റി. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ തോന്നില്ല. ഇവിടെ താമസിച്ചത് നല്ല നീറ്റായിരുന്നു. അപ്പൊ ഈ ക്രൂരത ചെയ്തു എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഈ 3 കുട്ടികളുടെ ആഹാരത്തിൽ വിഷം കലക്കി കൊടുത്തവരെ കൊന്നിട്ടാണ് ഇവർ മരിച്ചു എന്ന് പറയുന്നത്. ആ ക്രൂരതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും സമനില തെറ്റി ചെയ്തത് എന്ന് വേണം പറയാൻ. അല്ലാതെ കുട്ടികളെ സ്നേഹിക്കാത്ത ഒരു അമ്മയല്ല, അമ്മാമ്മയോ അല്ല. എന്തായാലും വലിയൊരു പെരുമഴ വരുന്നു. എനിക്കും ചേട്ടനും ഇവിടെ നിന്ന് പോയില്ല എങ്കിൽ നമ്മൾ നനയും. കാരണം നമുക്ക് കയറി നിൽക്കാനൊരു ഇടമില്ല. അപ്പൊ നമുക്ക് ബുള്ളറ്റിൽ അങ്ങ് പോവാം. ചേട്ടൻ അവിടെ വിടാം. അല്ല, ഈ പെരുമഴയല്ലേ? ആണോ? ചേട്ടന് കടയിൽ ഞാൻ വിട്ടെന്നോ? അപ്പൊ പോവും. കാരണം ഈ എവിടെയും കയറി നിൽക്കാൻ ഇടമില്ല. ക്യാമറയിൽ നനയും. ഒരു വാർത്ത എപ്പോഴും പല പല പെർസ്പെക്റ്റീവ്സിൽ കാണേണ്ടതാണ്. വാർത്തകളിൽ മിക്കപ്പോഴും നിഗമനങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെയാണ് നമുക്കും കിട്ടുക. ഇവിടെയും അങ്ങനെ തന്നെ. അശ്വതിയെയും അമ്മയെയും ഒക്കെ അറിയുന്ന നാട്ടുകാർക്ക് അവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. 3 കുട്ടികളെ കൊന്നവർ 2 പേരും ജീവനൊടുക്കിയത് സമനില തെറ്റി ചെയ്തതാവാമെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു. ഭർത്തൃവീട്ടുകാരുടെ പീഡനമാണ് മരണകാരണമെന്ന വാർത്തയ്ക്ക് ഒരു മറുപക്ഷമുണ്ട്. അങ്ങനെ വില്ലത്തിയായ ആ അമ്മായി ആരെന്നറിയാൻ നമ്മൾ ഭർത്തൃവീട്ടിൽ ചെന്നു. പൂവച്ചൽ. കഴിഞ്ഞ 7 മാസമായി എല്ലാ മുറികളും വണ്ടികളുടെ താക്കോലുകളും എല്ലാം എടുത്ത് മുറികളും പൂട്ടി പോയതാണ് മരുമകൾ എന്ന് ഈ അമ്മായി പറയുന്നു. അവർ ഒരു കിഡ്നി പേഷ്യൻ്റാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. മകനെയും കുടുംബത്തെയും എല്ലാവരെയും നഷ്ടപ്പെട്ട് രോഗാതുരയായി മരണത്തിൻ്റെ വക്കിലാണ് അവർ എന്ന് പറഞ്ഞ് ക്യാമറയ്ക്ക് മുമ്പിൽ കരയുന്നു. 70 വയസ്സായ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത ഒരു വയോധികയാണ് ആ വീട്ടിൽ കണ്ടത്. ഭർത്തൃവീട്ടുകാർ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരാൾ മാത്രം അവശേഷിക്കുന്നു. കഴിഞ്ഞ 7-8 മാസങ്ങൾക്ക് മുമ്പ് അവരുടെ എല്ലാമായ മകൻ ആ വീട്ടിൽ തന്നെ ജീവനൊടുക്കി. മകൻ്റെ 3 കുട്ടികളെ നഷ്ടപ്പെട്ടു. മകൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. ഭാര്യയുടെ അമ്മയെ നഷ്ടപ്പെട്ടു. അങ്ങനെ ആരോരുമില്ലാത്ത വേദനയിൽ അവർ നമ്മളോട് ഷെയർ ചെയ്ത കുറേ അധികം കാര്യങ്ങൾ, അത് ഏകദേശം അരമണിക്കൂറോളം ഉണ്ട്. നമ്മുടെ സാഫ്രോൺ മീഡിയ എന്ന മറ്റൊരു ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും ചേർക്കാം. ഏറെ വേദനയോടെയാണ് ഇത്തരം വാർത്തകൾ നമ്മൾ പോയി കാണുന്നതും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും. തെറ്റ് ശരി ഇവയെ നമുക്ക് ഊഹിച്ചു പറയാൻ പറ്റുന്ന ഒന്നല്ല. അവ നിയമം അല്ലെങ്കിൽ സംവിധാനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പക്ഷെ അതിനു മുമ്പ് ദാമ്പത്യത്തിൻ്റെ തകർച്ച അതറിയുന്നവർ 2 പേരാണ്, ഭാര്യയും ഭർത്താവും. പിന്നെ കുറച്ചറിയാൻ കഴിയുന്നത് അടുത്ത് നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കാണ്. വാർത്തയിൽ എനിക്ക് ശരിക്കും വേദന ആ പാവം 3 കുട്ടികളെ ഓർത്താണ്. ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മെ വിട്ടുപോയ പാവം മക്കൾ. പിന്നെ
ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നാം ജീവിക്കണം, മറ്റുള്ളവരെ ജീവിക്കാനും അനുവദിക്കണം. സ്നേഹപൂർവ്വം, സാഫ്രോൺ.